ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയം നിങ്ങൾ കാണാതെ പോകുന്ന അപകടം എന്താണെന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇത് യാദർച്ഛികമായി നിങ്ങളുടെ മുന്നിൽ വന്നൊരു വീഡിയോ അല്ല. ഈ ഒരു സമയത്ത് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടേണ്ടത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ലവേഴ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് കപ്സ്, സ്റ്റാർ, 5 ഓഫ് സോർട്സ്, ഡെത്ത്, 3, 2 ഓഫ് സോർട്സ്, ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്തോ ഒരു ഡിസിഷൻ എടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 2 തവണ ചിന്തിച്ചു മാത്രം എടുക്കുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകളായിരിക്കാം. അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തോ ഒരു തീരുമാനം ഈ ഒരു സമയത്ത് എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് ചിന്തിച്ച് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് ഇവിടെ യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കുള്ള അപകടമായിട്ട് പറയുന്നത് അമിതമായ ട്രസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായ ആരെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ആ ഒരു കാരണങ്ങൾ കൊണ്ടോ പല കാര്യങ്ങളും, അതായത് ആ ഒരു റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ കാണാതെ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിന്തിച്ച് മാത്രം ഓരോ ചുവടും ഇപ്പോൾ എടുക്കുക. എല്ലാ വ്യക്തികളെയും ഈ ഒരു സമയത്ത് വിശ്വസിക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളും വന്നാൽ പോലും അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള ചിന്തകളുള്ള വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇത് പലതരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വരുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് പ്രയോജനപ്പെടുത്തുക. പിന്നീട് ആ ഒരു അവസരങ്ങളെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരണമെന്നില്ല. കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ഇൻഫ്ലുവൻസ് വളരെയധികം ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോഴും പഴയ ചിന്തകൾ, അതുപോലെ തന്നെ പഴയ ആളുകൾ, പഴയ ഓർമ്മകൾ, ഇതിലോട്ടൊക്കെ വീണ്ടും വീണ്ടും പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഒരു അപകടമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, നിങ്ങൾ വീണ്ടും പാസ്റ്റിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ മിസ്റ്റേക്ക് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാനായിട്ടും സാധ്യതയുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ കാര്യങ്ങളെയും പാസ്റ്റിലെ ചില വ്യക്തികളെയും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക. വീണ്ടും അതിലോട്ട് പോകരുത് എന്ന് ശക്തമായി തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് അത് സ്വീകരിക്കാതെ നല്ലതേത് മോശമേത് എന്നുള്ള തിരഞ്ഞെടുപ്പ് അത് നിങ്ങൾക്ക് ആവശ്യമാണ്. നല്ല കാര്യങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളൊക്കെ നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അവർ പുറമേ നിങ്ങളോട് സ്നേഹം കാണിച്ചാലും അകമേ നിങ്ങളോട് അസൂയ, വിരോധം ഇതൊക്കെ വെച്ച് പുലർത്തുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തികളെയൊക്കെ ഒന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇവർ ഒരുപക്ഷെ നിങ്ങളെ അപകടങ്ങളിൽ പെടുത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുവാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ നിങ്ങളിൽ പലർക്കും ഈ ഒരു വ്യക്തിയെ തിരിച്ചറിയാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ തിരിച്ചറിയാം എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും അത് അവഗണിച്ച് ആ ഒരു വ്യക്തിയോടൊപ്പം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത്
സത്യത്തെ നിങ്ങൾ ഈ ഒരു സമയത്ത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലോസ് ആകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ അനിവാര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അപകടകരമായ പല വ്യക്തികളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ അകലം പാലിക്കുവാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പഴയ സ്വഭാവ രീതികൾ മാറ്റുവാൻ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോഴും അതായത് ചില പഴയ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില സ്വഭാവങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ചില വ്യക്തികളൊക്കെ അവരുടെ സങ്കടങ്ങൾ, അവരുടേതായ ചില സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ അവരുടെ കൺട്രോളിൽ ആക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, അതും പ്രിയപ്പെട്ടവരുടെ ചില സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സലിയുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ മാറ്റി നിർത്തുക. അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ വീണു പോകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഡിസിഷൻ എടുത്താലും നല്ല ഡിസിഷൻ മാത്രം എടുക്കുക. കണ്ണ് തുറന്ന് സത്യത്തെ കാണുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്തോ ഒരു തീരുമാനം എടുക്കുവാനായിട്ടുള്ള സമയമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ നല്ലൊരു തീരുമാനം എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഈ ഒരു സമയത്ത് കേൾക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കേട്ട് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക. ആരാണ് കൂടെ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്, ആ ഒരു വ്യക്തികളെയൊക്കെ ഒന്ന് തിരിച്ചറിയുക. അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല ഡിസിഷൻ മാത്രം എടുക്കുക. അത് ഡിലേ ചെയ്യരുതെന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അപകടമുണ്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് പൊക്കോട്ടെ, അടുത്തത് വേറെ വരും എന്നുള്ള ഒരു ചിന്ത മാറ്റി വെക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഗൗരവത്തോടു കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാണിംഗ് ഇതൊക്കെ കേട്ട് ഒരു ആക്ഷൻ എടുത്താൽ പല കാര്യങ്ങളും, പല വിഷമകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പാതയിലൂടെ ദൈവം നിങ്ങളെ നടത്തും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. ഓർക്കുക, ഈ ഒരു റീഡിങ് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ടുള്ളൊരു റീഡിങ് അല്ല. യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടെത്തിച്ചത്. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് വളരെ വലുതാണ്. നിങ്ങൾ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഒരു സന്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.